സോ ഈ വീക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോണത് 2004 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് ദ നോട്ട് ബുക്ക്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്ടർ ആയിട്ടുള്ള റയാൻ ഗോസ്ലിംഗ് ആണ് ഇതിൽ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഫീമെയിൽ റോൾ ചെയ്തിട്ടുള്ളത് റേച്ചൽ മക്കാഡംസ് ആണ്. സോ ഈ പടത്തിലെ ഈ ക്യാരക്ടേഴ്സിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയാൻ ഗോസ്ലിംഗ് നോവ എന്നൊരു ക്യാരക്ടറാണ്, അതുപോലെ റേച്ചൽ മക്കാഡംസ് ആലി എന്നൊരു ക്യാരക്ടറാണ്. സോ ഇതിന്റെ ജോണർ എന്താണെന്ന് വെച്ചാൽ ഒരു റൊമാൻസ് കോമഡിയാണ്, ആക്ച്വലി റൊമാൻസ് സിനിമയാണ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആയിട്ട് അതുപോലെ നല്ല ഫീല് തരുന്ന വളരെ കണക്ട് ആവുന്ന കപ്പിൾസൊക്കെ ഇരുന്ന് കണ്ട് കണക്ട് ആവാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സിനിമയാണ് നോട്ട്ബുക്ക്. പലപ്പോഴും കണക്കാട്ടിട്ടുണ്ടാവില്ല ഈ പടം, പക്ഷെ ഇതൊന്ന് പറ്റാണെങ്കിൽ എടുത്ത് കണ്ടു നോക്കുക. ഇതിന്റെ ഒരു പ്ലോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം എന്ന് പറയില്ലേ, അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരാള് ഒരു ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു ബുക്കിലെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ സിനിമ പോലെ. സോ പിന്നീട് എന്താവുന്നുള്ളതൊക്കെ നിങ്ങൾ കാണാം. ഇതിൽ തുടക്കത്തിൽ മെയിൻ ലവ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ നോവ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വളരെ താഴ്ന്ന ലെവലിൽ ഒരു ഹൈറാർക്കിയിലൊക്കെ വളരെ താഴ്ന്നിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ സൊസൈറ്റിയിലൊക്കെ ഉണ്ടാവില്ല താഴ്ന്ന ആൾക്കാരും മേളിലുള്ള ആൾക്കാരും തമ്മിലൊരു വേർതിരിവ്. ആ കാരണം കൊണ്ട് തന്നെ ഇതിലെ നടി ആലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വലിയ ഫാമിലിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രണയം ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഒരു ലോ ലെവലിലുള്ള ഒരാളും ഹൈ ലെവലിലുള്ള ഒരു പെണ്ണും തമ്മിൽ ഒരിക്കലും പ്രണയിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സ് സമ്മതിക്കില്ല. സോ അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. അവര് തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് ഈ നമ്മളെ നോവ എന്ന ക്യാരക്ടർ ഒരു വേൾഡ് വാർ ടൂവിനും പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ പ്രണയം എങ്ങനെയാണ് പോകുന്നത്, അത് നിലനിൽപ്പുണ്ടോ, പിന്നീട് അത് എത്ര കാലം നിന്നു പോകേണ്ടതൊക്കെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. വളരെ ഫീൽ ഗുഡായിട്ട് സത്യം പറഞ്ഞൊരു എന്താ പറയുക, നല്ലോണം നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്യും, ഇമോഷണലി എൻഡ് ചെയ്യുന്ന ഒരു കിട്ടുന്ന സിനിമയാണ്. അല്ല എക്സ്പെഷ്യലി ഒരു വീടൊക്കെ ഒരു വീടിനെ കുറിച്ചുള്ള കാര്യമൊക്കെ അവരുടെ പ്രണയം തുടങ്ങിയത് അവരുടെ പ്രണയത്തിൽ വളരെ അടിപൊളി നിമിഷങ്ങൾ പങ്കിട്ട ഒരു വീടുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള കണക്ഷനും പിന്നീട് ആ വീട് അവൻ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ടച്ച് ചെയ്യും. ആ ഒരു വീട് ഒറ്റയ്ക്ക് ഇരുന്ന് പണിയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ ചെറിയ 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 കാര്യങ്ങളാണെങ്കിലും അതൊക്കെ വളരെ നമുക്ക് മനസ്സിൽ നിന്ന് പോണ കുറെ മൊമെന്റ്സ് ആ സിനിമയിലുണ്ട്. സോ പറ്റുകയാണെങ്കിൽ ഈ സിനിമ കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേണലിലുള്ള പടം ഇഷ്ടാവോ നോക്കി നോക്കി. കാരണം റൊമാൻസ് കാണാത്തവരാണ് ഇത് ഇംഗ്ലീഷിലെ റൊമാൻസ് പൊതുവെ ആൾക്കാർ കാണുന്നുണ്ടാവില്ല. സാധാരണ വേറെ വൾഗാരിറ്റി ഒക്കെ ഉണ്ട് വിചാരിക്കലുണ്ടാവും, പക്ഷെ ഇതിൽ അങ്ങനത്തെ വൾഗാരിറ്റി ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് ആയിട്ട് സാധാരണ പടം കാണുന്ന പോലെ അത്യാവശ്യം ഫീൽ അടിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. സോ നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീണ്ടും കാണാം. നന്ദി.